ഫാസ്റ്റ് ഫോക്കസ് ആണ് കണ്ടോ. പ്രോഡക്റ്റ് മാറ്റിയാൽ എൻ്റെ ഫേസാണ് ഫോക്കസ്. അത്ര ഫാസ്റ്റ് ഓട്ടോ ഫോക്കസ് ആണ് സോണിക്കുള്ളത്. വണക്കം, ദിസ് ഇസ് Travcup. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോ മൈ ഗാഡ്ജറ്റ്സ് ഫോർ വ്ളോഗിങ് എന്നൊരു വീഡിയോ ആയിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഗാഡ്ജറ്റ്സ് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഗോപ്രോ, DJI Osopocket, Sony a6400 ഏതൊക്കെ അവസരത്തിലാണ് ഞാനത് ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഗോപ്രോ ആണ് കാണിക്കുന്നത്. ഗോപ്രോ ഹീറോ 6 നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മുടെ നേരത്തെ കണ്ട പോലെ മൗണ്ടിനകത്ത് ഫിക്സ് ചെയ്യുന്നു. ഗോപ്രോ ഹീറോ 6 എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ക്യാമറ ആണ്. ഇത് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്, ഞാൻ മുമ്പത്തെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ ജീപ്പ് സഫാരി ഇങ്ങനെ അഡ്വഞ്ചറസ് കുറച്ച് യാത്രകൾ പോകുമ്പോൾ ജീപ്പിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ വെക്കാനും, അല്ലെങ്കിൽ കാറിൽ നമ്മുടെ എയർ ക്യാപ്പ്, സക്ഷൻ ക്യാപ്പ് വെച്ചിട്ട് കാറിൽ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കുന്ന ഫൂട്ടേജ് ഗോപ്രോയുടേതാണ്. അപ്പം ഗോപ്രോയിലാണ് അങ്ങനെയുള്ള ഷോട്ട്സ്. ഇപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വലിയ ക്യാമറ, കുറച്ച് ഹാൻഡി ആയിട്ടുള്ള ക്യാമറ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത് ആ സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഗോപ്രോയാണ്. അതേപോലെ ഗോപ്രോയിൽ നമ്മൾ മൈക്ക് ഫിക്സ് ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ മൈക്ക് ഫിക്സ് ചെയ്ത സമയത്ത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അണ്ടർ വാട്ടർ എടുക്കാൻ പാടില്ല. കാര്യം ഈ ഒരു ക്യാപ്പ് ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഈ ക്യാപ്പ് അടച്ചിട്ടായിരിക്കും ഞാൻ അണ്ടർ വാട്ടർ എടുക്കുക. അപ്പോൾ അണ്ടർ വാട്ടറൊക്കെ എടുക്കാനായിട്ട് ഞാൻ ഗോപ്രോ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ ആയാലും വാട്ടർഫോൾസിലൊക്കെ ആയാലും ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ഞാനിങ്ങനെ അണ്ടർ വാട്ടർ എടുക്കുന്നത് ഗോപ്രോയിൽ തന്നെയാണ്. അപ്പോൾ ഗോപ്രോയുടെ വിഷ്വൽസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോ ഹീറോ 6 ഗോപ്രോ ഹീറോ 6 കണ്ടോ, നല്ല വൈഡാണ്. നമുക്കിതിനകത്ത് സൂമോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ വൈഡാണ്. നല്ല വൈഡ് ആംഗിൾ ലാൻഡ്സ്കേപ്പൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ക്യാമറയാണ് ഗോപ്രോ ഹീറോ 6. അതുകൊണ്ടാണ് ഞാൻ പറയില്ല, ജീപ്പിലൊക്കെ സഫാരിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജീപ്പ് സഫാരിയോ അല്ലെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വയ്ക്കുക ഫുൾ വൈഡായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കിട്ടും. പിന്നെ ഞാൻ പറയുന്നത് ഒരു ആക്ഷൻ ക്യാമറയാണ് കണ്ടോ. അത്ര വൈഡായിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ആക്ഷൻ, വെരി ഹാൻഡി ആയിട്ടുള്ളൊരു അടിപൊളി ആക്ഷൻ ക്യാമറയാണ് ഗോപ്രോ. അതുകൊണ്ടാണ് ഗോപ്രോ ഞാൻ അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ആയപ്പം ഓഫ് റോഡ് ജീപ്പിങ്ങിനും മറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ആപ്റ്റാണ്. ഞാൻ അതിനാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, നല്ല വൈഡാണ്. നമുക്ക് എങ്ങനെ വേണോ തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റും. അതോടൊപ്പം തന്നെ അത്യാവശ്യം സ്റ്റെബിലൈസ്ഡാണ്. നല്ല വൈഡായതുകൊണ്ട് വീഡിയോ കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആണ്. കണ്ടോ, നല്ല വൈഡാണ്. ഇത്രയും സ്പീഡിലാണ് ഞാൻ പാൻ ചെയ്യുന്നത്. അത്ര വൈഡായതുകൊണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. നമുക്ക് എന്താ പറയുക, ഒരു വൈഡ് ലാൻഡ്സ്കേപ്പ്, ഒരു നേച്ചറിലൊക്കെ യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിന് വ്ളോഗ് ചെയ്യാനായിട്ട് നല്ലൊരു ക്യാമറയാണ് ഗോപ്രോ. നമുക്ക് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ബാറ്ററി കരുതുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പവർ ബാങ്ക് വെച്ച് ചാർജ് ചെയ്യും, Type-C വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ബിഗിനേഴ്സിനൊക്കെ തുടങ്ങാനായിട്ട് ആദ്യം എന്ന രീതിയിൽ ഗോപ്രോ ആയിട്ട് തുടങ്ങുന്നത് വളരെ നല്ലൊരു ക്യാമറ തന്നെയാണ് ഗോപ്രോ. ഇപ്പം ഗോപ്രോ ഹീറോ 9 ഇറങ്ങിയിട്ടുണ്ട്. നല്ല സ്റ്റെബിലൈസ്ഡ് വീഡിയോ കിട്ടുന്നതായിരിക്കും. സ്റ്റെബിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഷേക്കി അല്ലാത്ത വീഡിയോ കിട്ടുന്നതാണ് സ്റ്റെബിലൈസ്ഡ് വീഡിയോ എന്ന് പറയുന്നത്. നല്ല വൈഡ് ആംഗിൾ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുമ്പോൾ അത്ര ഷേക്ക് അറിയുന്നില്ല. കണ്ടോ, ഒരു ഷേക്ക് അറിയുന്നില്ല. ഞാനിപ്പോൾ നടക്കുകയാണ്, അപ്പം ഇത്രയും വൈഡ് ആയതുകൊണ്ടാണ് ആ ഒരു ഷേക്ക് നമുക്ക് അറിയാൻ പറ്റാത്തത്. കണ്ടോ. അപ്പോൾ ഗോപ്രോ ഞാൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ഇനി അടുത്ത ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മെയിൻ ക്യാമറ വ്ളോഗിന് യൂസ് ചെയ്യുന്നത് DJI Osmo Pocket എന്ന 3 ആക്സിസ് ഗിംബൽ ക്യാമറയാണ്. കണ്ടോ, ഇതൊരു 3 ആക്സിസ് ഗിംബൽ ക്യാമറയാണ്. കണ്ടോ, നല്ല സ്റ്റഡി ആൻഡ് സ്റ്റെബിലൈസ്ഡ് ഷോട്ട് കിട്ടാനായിട്ട് എടുക്കുന്ന ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറയാണ് DJIയുടെ ഈ Osmo Pocket. വെരി ഹാൻഡി ക്യാമറയാണ്. ചെറിയൊരു കയ്യിൽ നിൽക്കുന്ന ഒരു ഗിംബൽ, 3 ആക്സിസ് ഗിംബൽ ക്യാമറയാണ്. ഈ ഗിംബൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, നല്ല സ്റ്റഡി ആയിട്ടുള്ള ഷേക്കി അല്ലാത്ത ഫൂട്ടേജസ്, ഇപ്പോൾ കല്യാണ വീഡിയോസ് ആൾക്കാരിങ്ങനെ കൊണ്ടോടുന്ന സാധനമില്ല, അതാണ് ഗിംബൽ. നല്ല സ്റ്റഡി ഫൂട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. അപ്പോൾ വെരി ഹാൻഡി ആയിട്ട് കയ്യിലൊതുങ്ങുന്ന ഒരു ഗിംബൽ ക്യാമറയാണ് DJI Osmo Pocket. കണ്ടോ, ഇതിനകത്ത് നമുക്ക് പല രീതിയിലുള്ള വീഡിയോ എടുക്കാം. നല്ല പാൻ ഷോട്ട് എടുക്കാം, സിനിമാറ്റിക് വിഷ്വൽസ് എടുക്കാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. എൻ്റെ മിക്ക വീഡിയോസും ഒരു സിനിമാറ്റിക് വിഷ്വൽസൊക്കെ നൽകുന്ന ഈ ഒരു DJI Osmo Pocketൻ്റെ വിഷ്വൽസാണ്. അപ്പം ഇതിനകത്തുള്ള വിഷ്വൽസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് Osmo Pocketലാണ്. ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. കണ്ടോ, നമുക്ക് എത്ര കാലിങ്ങനെ പതിച്ച് നടന്നാലും ഷേക്കി അല്ലാത്തൊരു ഫൂട്ടേജ് കിട്ടും. കണ്ടോ,
കണ്ടോ നല്ലൊരു ഫൂട്ടേജ് കിട്ടും. ഇത് ഞാനിപ്പോൾ എടുത്തത് FPV മോഡ്, ഫസ്റ്റ് പേഴ്സൺ വ്യൂ മോഡിലാണ്. അപ്പോൾ കണ്ടോ നമുക്ക് ഷേക്കി അല്ലാത്തൊരു ഫൂട്ടേജ് നമുക്ക് ഓസ്മോ പോക്കറ്റിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. കണ്ടോ ഇങ്ങനെ തിരിഞ്ഞാലും കണ്ടോ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു ഷേക്കി ഫൂട്ടേജ് ആയിരിക്കത്തില്ല, ജസ്റ്റ് ഇങ്ങനെ തിരികെ മാത്രമേ ഉണ്ടോ. കണ്ടോ അങ്ങനെയാണ് ഇതിലെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള മോഡ്സൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് DJIയിൽ. ഇപ്പം ഞാൻ എടുക്കുന്ന ടിൽറ്റ് ലോക്ക് മോഡാണ്. കണ്ടോ ഇങ്ങനൊരു ബട്ടറി സ്മൂത്ത് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ടിൽറ്റ് ലോക്ക്. കണ്ടോ നല്ല ഇതേപോലത്തെ സ്മൂത്ത് മോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ടിൽറ്റ് ലോക്ക് മോഡുള്ളത്. മോഡിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മുടെ ട്രൈപോഡ് റൈറ്റിലോട്ട് തിരിച്ചാലും, ഇപ്പം ഞാൻ റൈറ്റിലോട്ട് ഒരു 45 ഡിഗ്രി തിരിച്ചു, അതേപോലെ ലെഫ്റ്റിലോട്ടും ഒരു 45 ഡിഗ്രി തിരിച്ചാലും നമ്മുടെ വിഷ്വൽ സ്ട്രെയിറ്റ് ആണ്. അങ്ങനെയാണ് ടിൽറ്റ് ലോക്ക് മോഡൽ നമ്മുടെ ഗിംബൽ ആക്ട് ചെയ്യുന്നത്. കണ്ടോ അപ്പോൾ ഇതാണ് ടിൽറ്റ് ലോക്ക് മോഡ്. അപ്പോൾ ഇനി നമ്മുടെ DJIയിൽ അടുത്തൊരു മോഡാണ് ഫോളോ മോഡ്. അതായത് നമ്മൾ DJI ഞാൻ പറയില്ല ഓസ്മോ പോക്കറ്റ് നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ DJIയുടെ മിമോ എന്ന് പറഞ്ഞ ആപ്പിനകത്താണ് നമ്മൾ കൺട്രോൾസ് എല്ലാം ചെയ്യുന്നത്. അതിനകത്ത് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ വട്ടം വരച്ചാൽ നമ്മളെ അത് ഫോളോ ചെയ്യും. നമ്മളത് ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇപ്പോൾ എന്നെ ഞാൻ ഫോളോ ചെയ്യിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ മൂവ് ചെയ്യും തോറും ഗിംബൽ എന്നോടൊപ്പം മൂവ് ചെയ്യും. ഇതൊരു അടിപൊളി ഫീച്ചറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം നല്ല ചില വിഷ്വൽസൊക്കെ നമുക്ക് എടുക്കാൻ ഇത് അടിപൊളിയായിട്ട് യൂസ് ആവും. അതായത് നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ പോയിട്ടൊരു ബിൽഡിങ്ങിൻ്റെ മേളിൽ അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അടുത്തോട്ട് പോയാൽ ഈ ബിൽഡിംഗ് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വരും. ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ അത് എന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും. കണ്ടോ എന്നെ ഫോളോ ചെയ്യുന്നൊരു മോഡാണ്. അപ്പോൾ ഇതാണ് ഫോളോ മോഡ് DJI ഓസ്മോയിൽ. ബിൽഡിങ്ങിനെ ഫോക്കസ് ചെയ്തു, ഇനി റൈറ്റിലോട്ട് നടക്കണം. കണ്ടോ ബിൽഡിംഗ് ഫോക്കസായി. കണ്ടോ ഇതാണ് ഫോളോ മോഡിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. കണ്ടോ ഇതാണ് ഫോളോ മോഡിൻ്റെ പ്രത്യേകത. നമുക്ക് ഓസ്മോ പോക്കറ്റിൽ FPV മോഡിട്ട് ഇങ്ങനെ ഒരു 180 ഡിഗ്രി ഒരു റൊട്ടേഷൻ ഫൂട്ടേജ് എടുക്കാൻ പറ്റും. കണ്ടോ ഇപ്പോൾ ഓസ്മോ പോക്കറ്റിൽ എടുക്കുന്ന വീഡിയോസ് കണ്ടില്ലേ, നല്ല അടിപൊളി സ്മൂത്ത് പാനിങ് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഓസ്മോ പോക്കറ്റ് മൊബൈലായിട്ട് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് ഇത് വെച്ച് തന്നെ മൊബൈൽ വെച്ച് തന്നെ കണ്ടോ കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ എൻ്റെ ഹെഡ് തിരിയുന്നുണ്ടോ, നമുക്ക് മൊബൈൽ വെച്ച് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ ഞാൻ ആ റൊട്ടേഷനൊക്കെ ചെയ്ത വീഡിയോ ഇതിനകത്ത് മൊബൈൽ കണക്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. കണ്ടോ ഇങ്ങനെ മൊബൈൽ കണക്ട് ചെയ്ത് നമുക്ക് ഗിംബലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി സ്മൂത്ത് ഫൂട്ടേജ്, ഷേക്കി അല്ലാത്ത നല്ല സിനിമാറ്റിക് ഫൂട്ടേജൊക്കെ എടുക്കാനായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം ഞാൻ എന്താ പറയുക യാത്ര ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് സ്ട്രീറ്റൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഷേക്കി ആയിട്ടുള്ള ഫൂട്ടേജ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ഒരു ക്യാമറയാണ് DJI ഓസ്മോ പോക്കറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത ക്യാമറ സോണി ആൽഫ 6400 എന്ന ക്യാമറയിലാണ്. അതാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ബേസിക്കലി മേടിക്കുന്നത്, ഞാനൊരു ഫോട്ടോഗ്രാഫർ കൂടാണ്. അപ്പോൾ ഒരു ഇൻ്റർചേഞ്ചബിൾ മിറർലെസ് ക്യാമറ വേണം എന്നായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ സോണി ആൽഫ 6400 എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനും പറ്റും, അതോടൊപ്പം നല്ല കിടിലം വീഡിയോസും എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ 6400 വന്ന് എത്തുന്നത്. അപ്പോൾ 6400 കൂടുതലും യൂസ് ചെയ്യുന്നത് നമുക്കൊരു ബൊക്കെ എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫുഡ് ഫോട്ടോഗ്രാഫി ഫുഡ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ക്യാമറയാണ് 6400 ആൽഫയുടെ സോണി ആൽഫയുടെ 6400. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ട്രാവൽ അല്ലാതെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുന്നവർക്കുള്ള ഒരു നല്ലൊരു ക്യാമറയാണ് 6400. കാര്യം നമുക്ക് ഫോക്കസ് ഇതാണ്. ഞാനിപ്പോൾ ഈ പ്രോഡക്റ്റാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. കണ്ടോ പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്യുന്നു, പ്രോഡക്റ്റ് മാറ്റിയാൽ എൻ്റെ ഫേസാണ് ഫോക്കസ്. അത്ര ഫാസ്റ്റ് ഓട്ടോ ഫോക്കസാണ് സോണിക്കുള്ളത്. ഞാൻ പ്രോഡക്റ്റ് കാണിക്കുമ്പോൾ പെട്ടെന്ന് അത് പ്രോഡക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നു. കണ്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബൊക്കെ എഫക്റ്റ്. നമ്മളിപ്പോൾ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്, സ്നിക്കേഴ്സ് എന്ന പ്രോഡക്റ്റാണ് ഇപ്പോൾ ഫോക്കസ്ഡ്, ഞാൻ ബ്ലേഡാണ്. അതിനെയാണ് ഒരു ബൊക്കെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നല്ല ബൊക്കെ എഫക്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മളൊരു മിറർലെസ് ക്യാമറ അല്ലെങ്കിൽ ഒരു DSLR ക്യാമറ ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിത് ട്രാവൽ ഇപ്പോൾ യൂസ് ചെയ്യാത്തത് ഇതിന് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഇല്ല. ഇപ്പോൾ ഇതിനകത്ത് ഒപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട് എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഷേക്കി ഫൂട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. ഇതിനൊരു ഗിംബൽ, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒരു ഗിംബൽ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഗിംബിലൂടെ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ക്യാമറ ആയിരിക്കും ആൽഫ 6400. അപ്പോൾ ഇതിനകത്ത് ഞാൻ നടന്നിട്ടുള്ളൊരു ഷേക്കി ഫൂട്ടേജ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ക്യാമറ കയ്യിലെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. കണ്ടോ ചെറിയൊരു ഷേക്ക് ഉണ്ട്, പക്ഷേ നമുക്ക് ഫോക്കസൊക്കെ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഈ ഓറഞ്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ബാക്കിൽ കണ്ടോ ബ്ലേഡായിട്ട്. അപ്പോൾ ആ ഒരു ബൊക്കെ എഫക്റ്റ് നമുക്കൊരു മിറർലെസ് ക്യാമറ അല്ലെങ്കിൽ DSLR ക്യാമറയിലാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റിനൊക്കെ നമുക്കെന്താ പ്രോഡക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫുഡ് വ്ളോഗ് ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ഒരു ക്യാമറ ആയിരിക്കും.
അതേപോലെ ട്രാവലിംഗ് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ എന്താ എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് കൂടുതലും ഫോട്ടോയും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ക്യാമറ ഞാൻ എടുത്തത്. കണ്ട, പക്ഷേ ഫുട്ടേജ് ഷേക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഗിംപൽ യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഷേക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നടക്കുമ്പോഴൊക്കെ ഒരു ഷേക്കി ഫുട്ടേജ് ആയിരിക്കും. കണ്ട, ഒരു ചെറിയ ഷേക്ക് ഉണ്ടാവും. കണ്ടോ, ഞാൻ നടക്കുമ്പോഴൊക്കെ ബാക്കിൽ ഒരു ഷേക്ക് ഉണ്ടാവും. അത് കയ്യിൽ നമ്മളിപ്പോൾ ട്രൈപോഡ് കയ്യിൽ വെച്ച് നടന്നപ്പോൾ ഒരു ചെറിയ ഷേക്ക് ഉണ്ടാവും. കാരണം ഇതിനകത്ത് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഇല്ല. ഒപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട് എന്ന ഓപ്ഷനേ ഉള്ളൂ. നമ്മളൊരു ഗിംബൽ യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു സോണിയുടെ വീഡിയോസ് എല്ലാം നല്ല സ്റ്റെബിലൈസ്ഡ്, നല്ല അടിപൊളി സ്മൂത്ത് ഫുട്ടേജ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയ ഗോപ്രോ ആയാലും DJയുടെ ഓസ്മോ പോക്കറ്റ് ആയാലും നമുക്ക് സൂമോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ നല്ല ബൊക്കെ എഫക്റ്റും കിട്ടില്ല. ബൊക്കെ എഫക്റ്റ് ഞാൻ കാണിച്ചതുപോലെ കണ്ടോ, നമ്മൾ പ്രോഡക്റ്റ് കാണിക്കുമ്പോൾ പ്രോഡക്റ്റിനെ ഫോക്കസ് ചെയ്ത് ബാക്ക് ബ്ലർ കണ്ടോ, ബാക്ക് ബ്ലറായിട്ട് കാണിക്കുന്ന ആ ഒരു ഫീച്ചറാണ് ബൊക്കെ എഫക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ഫോക്കസാണ്. കണ്ടോ, അത്ര ഫാസ്റ്റാണ്. അപ്പോൾ പ്രോഡക്റ്റൊക്കെ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ നല്ലൊരു ക്യാമറയാണ് ഈ സോണിയുടെ മിറർലെസ് ആൽഫ 6400 ആണ് എൻ്റെ ഇരിക്കുന്നത്. പല പല മോഡൽസും ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇതാണ് സോണി ആൽഫ 6400. പിന്നെ സൂം ചെയ്യാനായിട്ട് നമുക്ക് സൂം ഓപ്ഷൻ ലെൻസിൽ തന്നെ ഉണ്ട്. കണ്ടോ, നമുക്ക് സൂം ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ, അപ്പോൾ ഇതൊന്നും ഈ ഒരു സൂം ഓപ്ഷനൊന്നും നമുക്ക് ആ ഓസ്മോ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഗോപ്രോയിലോ കിട്ടത്തില്ല. അത് ഇങ്ങനെയുള്ള ഇൻ്റർചേഞ്ചബിൾ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് ക്യാമറ DSLR ക്യാമറാസിലേ ഉള്ളൂ അത്. അപ്പോൾ ഇതാണ് എൻ്റെ സോണി ആൽഫ 6400 ക്യാമറ. ഇതൊരു പെർഫെക്റ്റ് വ്ളോഗിങ് ക്യാമറയും കൂടെയാണ്. കാരണം നമുക്ക് നമ്മുടെ ആ ഒരു സ്ക്രീന് ടിൽറ്റ് ചെയ്ത് ഫ്രണ്ടിൽ സെൽഫി മോഡ് പോലെ വയ്ക്കാനൊക്കെ പറ്റും. കണ്ടോ, ഞാനിപ്പോൾ അങ്ങനെ വെച്ചേക്കാണ്. ഒരു വ്ളോഗ് ചെയ്യുന്നവർക്ക് കണ്ടോ, ഫ്രണ്ടിലോട്ട് നമുക്ക് ആ സ്ക്രീൻ നോക്കി വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റും. നല്ല അടിപൊളി ക്യാമറയാണ്. ഒരു വ്ളോഗിങ്ങിന് പറ്റിയ ക്യാമറയാണിത്, ആൽഫ 6400. കണ്ടോ, ഇത് പറഞ്ഞ പോലെ ഇൻ്റർചേഞ്ചബിൾ ലെൻസാണിത്. കണ്ടോ, ഇത് നമുക്ക് ലെൻസ് മാറ്റി വേറെ ലെൻസ് യൂസ് ചെയ്യാം. ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടാണ് ഈ ഒരു ക്യാമറ തന്നെ ചൂസ് ചെയ്തത്. അതേപോലെ കണ്ടോ, നമുക്ക് ഈ ഒരു സ്ക്രീന് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ, ടിൽറ്റ് ചെയ്ത് സെൽഫി മോഡലൊക്കെ വയ്ക്കാം. അങ്ങനെ ടിൽറ്റ് ചെയ്ത് വയ്ക്കാം. അതുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് വ്ളോഗിങ് ക്യാമറ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഗാഡ്ജറ്റ്സിൽ എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. അത് നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. ഒരു ബിഗിനർ വ്ളോഗേഴ്സിനായാലും അല്ലെങ്കിൽ എന്നെപ്പോൾ ഒരു അപ്കമിങ് വ്ളോഗേഴ്സിനായാലും നമുക്ക് ഏത് ക്യാമറ മേടിക്കാം, എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അതേപോലെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് പ്രൊഫൈലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഒരു കളറും ആഡ് ചെയ്യാത്ത ഫ്ലാറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതായത് ഒരു കളേഴ്സും കാണത്തില്ല. നമ്മൾ ഫ്ലാറ്റ് പ്രൊഫൈലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഗോപ്രോയിൽ അങ്ങനെ ഒരു ഫ്ലാറ്റ് പ്രൊഫൈൽ ഓപ്ഷൻ ഇല്ല. ബട്ട് DJ ഓസ്മോ പോക്കറ്റ് ആയാലും ഞാൻ ഈ എടുക്കുന്ന സോണിയിലായാലും ഫ്ലാറ്റ് പ്രൊഫൈലുണ്ട്. സോണിയിൽ S-Log എന്നൊക്കെ പറയും. അങ്ങനെ ഫ്ലാറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം കളർ ഗ്രേഡ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഫ്ലാറ്റ് പ്രൊഫൈൽ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് Travcup. Bye.